മനതാരിൽ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. എൻ്റെ പേര് ഫാദർ ജെയ്സൺ തുണ്ടത്തിൽ. ഞാൻ ദിവരക്ഷക സന്യാസ സമൂഹത്തിലെ അംഗമാണ്. ഇവിടെ കാഞ്ഞിരങ്ങാട് വഞ്ഞോട് ഇടവകയിൽ മക്യാട് കുരിശമലയുടെ 8-ാം സ്ഥലത്ത് യാവനിസി എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ ഭവനത്തിൽ അംഗമായിരുന്നു കൊണ്ട് കൂടുതൽ സമയവും ഈ പ്രാർത്ഥനാ ഭവനത്തിലായിരുന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ഇടയ്ക്കൊക്കെ ദൈവവചന ശുശ്രൂഷയ്ക്ക് പുറത്തു പോവുകയും ചെയ്യുന്നു. എൻ്റെ പരിശുദ്ധ അമ്മയോടൊത്തുള്ള ജീവിതവും അമ്മയോടുള്ള സ്നേഹബന്ധവും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഉറപ്പായും ഓർക്കേണ്ട ഒരു വസ്തുത എൻ്റെ കുടുംബ പശ്ചാത്തലം. എല്ലാ ദിവസവും കൃത്യമായി കുടുംബ പ്രാർത്ഥന നടത്തുകയും ആ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കുടുംബ പശ്ചാത്തലം എൻ്റെ ഇളം മനസ്സിൽ തന്നെ പരിശുദ്ധ അമ്മയോടും അമ്മ വഴി ഈശോയോടുമുള്ള സ്നേഹത്തിൻ്റെ വലിയ ബോധ്യം സൃഷ്ടിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ അപ്പച്ചൻ ചില ദിവസങ്ങളിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് താമസിക്കുമ്പോൾ വഴിയിൽ ബസ്സിലായിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന അപ്പച്ചനെക്കുറിച്ചുള്ള ഓർമ്മ ഏത് സാഹചര്യത്തിലും സായാഹ്നത്തിലെ ജപമാല മുടങ്ങരുത് എന്ന നമ്മുടെയൊക്കെ കാർന്നവന്മാരുടെ ഉറച്ച ബോധ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. മാത്രമല്ല, 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യം, അമ്മച്ചി ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ തന്നെ ജപമാല മുഴുവൻ കാണാതെ പഠിച്ചിരുന്നു എന്ന് എന്നോട് പറയുമ്പോൾ, ഈ ജപമാല എന്ന പ്രാർത്ഥന, ജപമാലയുടെ രഹസ്യങ്ങളും യുക്തിന്യായമെല്ലാം കാണാതെ പഠിക്കുവാൻ വലിയ ഒരു പ്രചോദനമായി എനിക്ക് മാറുകയും 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ജപമാല അതിൻ്റെ ആരംഭം മുതൽ അളവില്ലാത്തത് മുതൽ ലുത്തിനിയ അടക്കം മുഴുവൻ കാണാതെ പഠിക്കുവാനും എനിക്ക് പ്രചോദനം ലഭിച്ചു. പക്ഷേ വ്യക്തിപരമായി ജപമാല ചൊല്ലുന്ന സ്വഭാവമൊന്നും ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് ഒരു ദൈവവിളിയുടെ പ്രചോദനം സ്വീകരിച്ച് ദിവരക്ഷക സന്യാസ സമൂഹത്തിൽ അംഗമാവുകയും, വാസ്തവത്തിൽ അന്ന് ദിവരക്ഷക സന്യാസ സമൂഹം ഞാൻ തിരഞ്ഞെടുക്കുവാൻ കാരണം ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു സന്യാസ സമൂഹം എന്ന നിലയിൽ ഞാൻ ഈ കോൺഗ്രിഗേഷനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലാവുകയും വിശുദ്ധ അൽഫോൻസസ് ലിഗോരിയാൽ സ്ഥാപിതമായ ഈ സന്യാസ സമൂഹം, ദിവ്യരക്ഷകൻ്റെ ഈ സന്യാസ സമൂഹം പരിശുദ്ധി അമ്മയെ അതിൻ്റെ പ്രത്യേക മധ്യസ്ഥയായി സ്വീകരിക്കുകയുണ്ടായി. പിന്നീട് ഇന്നേക്ക് കൃത്യം 150 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പിതാവ് നിത്യസഹായ മാതാവിനെ പ്രത്യേകമായി ഭരമേൽപ്പിച്ച് ആ അമ്മയെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുവാൻ ദൗത്യമേൽപ്പിച്ച സന്യാസ സമൂഹമാണ് ഈ ദിവരക്ഷക സന്യാസ സമൂഹമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രീ ഡിഗ്രി പഠന കാലഘട്ടത്തിൽ പ്രത്യേകമായ ഒരു ദൈവാനുഭവം, ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുത്ത വേളയിൽ ലഭിച്ച ഒരു ദൈവാനുഭവത്താൽ പ്രചോദിതമായി ഈ ദിവരക്ഷക സന്യാസ സമൂഹത്തിൽ അംഗമായി ചേർന്ന് പ്രഥമ പരിശീലനങ്ങളെല്ലാം കഴിഞ്ഞ് ഉടുപ്പിട്ട് വ്രതം ചെയ്ത് വ്രതവാഗ്ദാനം നടത്തി ഉടുപ്പിട്ട് എൻ്റെ തത്വശാസ്ത്ര പഠനത്തിന് പോയി. ആ കാലഘട്ടത്തിലൊന്നും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈ ജപമാല ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുള്ള പ്രത്യേക ഭക്തി ഒരു ഗൗരവമായ കാര്യമൊന്നും ആയിരുന്നില്ല. കാരണം ഒരു കരിസ്മാറ്റിക് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്തുതിയുടെ പ്രാർത്ഥനയൊക്കെയായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനാ രീതി.
വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴെല്ലാം ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തത്വശാസ്ത്ര പഠനത്തിന് ശേഷം 1 വർഷം റീജൻസിക്ക് പോയപ്പോൾ ഞാൻ 4 മാസത്തോളം റീജൻസി ചെയ്തത് ഒരു ഇടവകയിലാണ്. എൻ്റെ കുഞ്ഞുനാളുകളിൽ എൻ്റെ സ്കൂൾ പഠന കാലഘട്ടത്തിൽ എൻ്റെ ഇടവകയിൽ കൊച്ചച്ഛനായിരുന്ന അച്ഛൻ വികാരിയായ ഇടവകയിൽ റീജൻസിക്ക് പോയി. അപ്പം എനിക്ക് ആ അച്ഛനെ വ്യക്തിപരമായി അറിയാമായിരുന്നത് കൊണ്ട് അച്ഛൻ്റെയും എൻ്റെ അധികാരികളെയും പ്രത്യേക അനുവാദം മേടിച്ച് റീജൻസിക്ക് പോയതാണ്. അപ്പം അച്ഛനുമായിട്ടുള്ള അടുത്ത ബന്ധം പാലാരൂപതയിലെ ബഹുമാനപ്പെട്ട ജോർജ് മടുക്കാവിലച്ഛൻ, ഈ അച്ഛൻ്റെ ജീവിതം അടുത്ത് അറിയാനിട വന്നപ്പോൾ അച്ഛൻ പരിശുദ്ധി അമ്മയോട് കാണിക്കുന്ന സ്നേഹം, അമ്മയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ വളർത്തിയെടുക്കാനുള്ള അച്ഛൻ്റെ ആഗ്രഹം, ആൾക്കാരെ പരിശുദ്ധി അമ്മയിലേക്ക് നയിക്കുവാനുള്ള അച്ഛൻ്റെ പരിശ്രമം, അതൊക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. മാത്രമല്ല അച്ഛൻ്റെ ഓരോ ശുശ്രൂഷയിലും പരിശുദ്ധി അമ്മയുടെ വലിയ സാന്നിധ്യം പ്രത്യേകമായിട്ട് എനിക്ക് നോക്കിക്കാണുവാൻ മനസ്സിലാക്കുവാൻ സാധിച്ചു. അന്ന് ഞാൻ അക്ഷരാർത്ഥത്തിൽ കൊതിച്ചു പോയിട്ടുണ്ട്. ഈശോയെ, അമ്മയെ ഇതുപോലെയൊന്ന് സ്നേഹിക്കാൻ, അമ്മയാൽ ഇതുപോലെയൊന്ന് സ്നേഹിക്കപ്പെടാൻ എനിക്കൊന്ന് സാധിച്ചിരുന്നെങ്കിൽ. അച്ഛൻ്റെ ആ ജീവിത മാതൃക എന്നെ വല്ലാതെ സ്വാധീനിച്ചു. മാത്രമല്ല അതിനിടെ സംഭവിച്ച മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിലുള്ളത്, എൻ്റെ തത്വശാസ്ത്ര പഠനവേളയിൽ എനിക്ക് 2 ചേച്ചിമാരാണ് ഉള്ളത്. 2 ചേച്ചിമാരുടെയും കല്യാണം നടക്കുന്നത് എൻ്റെ ഈ തത്വശാസ്ത്ര പഠന കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് രണ്ടാമത്തെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് സാമ്പത്തികമായ ചില പെട്ടെന്നുള്ള ചില വ്യത്യാസം വന്ന് വല്ലാത്തൊരു ഉത്കണ്ഠ വരികയുണ്ടായി. അന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആത്മീയ പിതാവിനെ പോലെയുള്ള ഈ മടുക്കാവിലച്ഛനോട് അപ്പച്ചനും ഒക്കെ ഈ വിഷമം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഈ ജപമാല ചൊല്ലിയുള്ള പ്രാർത്ഥന വളരെ അത്ഭുതകരമായിട്ട് ആ കുടുംബത്തിൻ്റെ ആ ഒരു ചെറിയ പ്രതിസന്ധിയിൽ വലിയ അത്ഭുതകരമായ വ്യത്യാസം വരുന്നത് ഞങ്ങൾ കണ്ടു. അത് കഴിഞ്ഞ് ആ കല്യാണത്തിന് ദിവസം ഞാൻ ഓർക്കുന്നത്, എൻ്റെ ചേട്ടായി അന്ന് ബോംബെ ജോലി ചെയ്യുന്ന സമയമാണ്. ഈ കല്യാണത്തിന് വേണ്ടി വന്നു. പക്ഷേ ഈ കല്യാണത്തിന് സമയം സെമിനാരി കാലഘട്ടത്തിലെ എൻ്റെ ഔദിയുടെ കാലഘട്ടമാണ്. അപ്പം ഞാൻ വീട്ടിലുണ്ട്. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചകളും കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുകയുള്ളൂ. പക്ഷെ എൻ്റെ ചേട്ടായി പിറ്റേ ദിവസം പോകും. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ അവധിക്ക് വരുമ്പോഴൊന്നും ചേട്ടായി വീട്ടിലുണ്ടാവില്ല എന്ന്. അപ്പം ഇത് ചേട്ടായിക്കും വിഷമമായി. അപ്പം ചേട്ടായി TV ഓൺ ചെയ്ത്, അന്ന് VCP, ഇന്നത്തെ CD പ്ലെയർ അല്ല, VCP, ഈ VCPയിൽ ഒരു സിനിമയുടെ കാസറ്റ് ഇട്ട് കാണാൻ തുടങ്ങി. അപ്പം ഈ കാസറ്റ് ഇട്ട് കാണുന്ന സമയത്ത് അപ്പച്ചൻ അതിൻ്റെ മുമ്പിൽ വന്നിരുന്ന്, എൻ്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും അപ്പച്ചൻ TVയോ സിനിമയോ ഒന്നും കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആ കല്യാണം കഴിഞ്ഞതിൻ്റെ റിലാക്സേഷനൊക്കെ ആയിരിക്കാം. അപ്പച്ചൻ വന്നിരുന്ന് ഈ സിനിമ കണ്ട്, സിനിമയിലെ ഓരോ കോമഡിയൊക്കെ കണ്ട് ഇങ്ങനെ കക്കകാന്ന് ചിരിക്കുക. അപ്പോൾ എനിക്ക് സിനിമ കണ്ട് ചിരിയൊന്നും വരുന്നില്ല. പക്ഷെ അപ്പച്ചൻ്റെ ഈ ചിരി കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ചിരി വന്നു. അതുകൊണ്ട് അപ്പച്ചൻ പെട്ടെന്ന് എന്തോ ഒരു തിരിച്ചറിവ്, അയ്യോ ഞാനിങ്ങനെ ഇരുന്നാൽ പറ്റുമല്ലോ എന്നും പറഞ്ഞ് അപ്പച്ചൻ എഴുന്നേറ്റ് പോയി. എനിക്ക് വേറെ ജോലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അപ്പം ഞാൻ ചിന്തിച്ച, ദൈവമേ, 2 പെൺപിള്ളേരാണ് ഉള്ളത്, 2 പേരുടെയും കല്യാണം ചെയ്ത്, 2ാമത്തെ ആളുടെയും കല്യാണം കഴിഞ്ഞു. പ്രത്യേകിച്ച് അങ്ങനത്തെ ഉത്തരവാദിത്ത ഭാരങ്ങളൊന്നുമില്ല. എന്താ ഇത്ര അത്യാവശ്യ ജോലിയെന്നറിയാൻ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് പോയി നോക്കി. അപ്പോൾ കാണുന്നത് വീടിനകത്തെ മുറിയിൽ മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അപ്പച്ചനെ. ഇത് കണ്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി. കാരണം പ്രത്യേകിച്ച് അങ്ങനെ അത്യാവശ്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ. മാത്രമല്ല പിന്നെ വന്ന് ഞാൻ അല്പനേരം കൂടി TV മുമ്പിൽ ഇരുന്നുവെങ്കിലും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയുണ്ട്, അപ്പച്ചൻ ഇങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ TV കാണാൻ പറ്റുമോ എന്ന്. വാസ്തവത്തിൽ ആ ദിവസങ്ങളിൽ ഞാനൊരു തീരുമാനത്തിലേക്ക് വരികയും 1998, 99 ആ സമയത്താണ് നടക്കുന്നത്. ഞാൻ അന്ന് ആ നാളുകളിൽ ഒരു തീരുമാനമെടുത്തു, ഇനി ഞാൻ TV കാണുന്നില്ല എന്ന്. വാസ്തവത്തിൽ ആ ഒരു TV കാണൽ വേണ്ട എന്ന് വെച്ച ആ തീരുമാനം എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരുപാട് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, എൻ്റെ അപ്പച്ചൻ്റെ ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് നൽകിയ ഒരു വലിയ തിരിച്ചറിവും ഒരു വലിയ ബോധ്യവുമായിരുന്നു അത് എന്നും, അതിലൂടെ ദൈവം എന്നെ ഒരുപാട് ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കാരണം പിന്നീട് ഈ TV കാണുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് മണിക്കൂറുകൾ പുസ്തകങ്ങൾ വായിക്കുവാനും ഒരുപാട് സമയം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും മറ്റ് പ്രാർത്ഥനാ രീതികളിൽ ഏർപ്പെടുവാനും എനിക്ക് സാധിച്ചു. അത് പിന്നീട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മുതൽക്കൂട്ടായി മാറിയത്.
എന്ന് പറഞ്ഞത് എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അടിസ്ഥാനപരമായി ഈ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയുമൊക്കെ എന്നിൽ വളർന്നത് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ്. എൻ്റെ തത്വശാസ്ത്ര പഠനത്തിനും റീജൻസിക്കും ശേഷം ഞാൻ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു. ദൈവശാസ്ത്ര പഠനം നടത്തിയത് കോട്ടയത്ത് വടവാതൂരുള്ള ഞങ്ങളുടെ സ്റ്റഡി ഹൗസിൽ താമസിച്ചുകൊണ്ട് വടവാതൂർ സെമിനാരിയിലായിരുന്നു. ആ പഠനം ആരംഭിച്ച് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവവിളിയെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകളും സംശയങ്ങളും ഭയപ്പാടുകളും എൻ്റെ മനസ്സിനെ കീഴടക്കി. കുറേ കാലം ആ ഭയങ്ങളെല്ലാം കൊണ്ടു നടന്നെങ്കിലും ഒരു ഘട്ടമെത്തിയപ്പോൾ എനിക്ക് അതുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയായി. ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ അച്ഛനെ ഫോൺ വിളിച്ച് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആശ്രമത്തിലെ സുപ്പീരിയർ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോവുകയാണ്. അന്നത്തെ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസ് കാലടിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് ചൊവ്വര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഉച്ചയായപ്പോൾ കോട്ടയത്തുനിന്ന് ചൊവ്വരയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വൈകുന്നേരമായപ്പോൾ കാലടിയിലെത്തിയപ്പോൾ സമയം രാത്രിയായിട്ടില്ല, മയങ്ങിയിട്ടില്ല. എനിക്കറിയാം ഈ അസമയത്ത് ഒരു കാരണവുമില്ലാതെ ഞാൻ പ്രൊവിൻഷ്യൽ ഹൗസിൽ വരികയാണ് എങ്കിൽ അത് ദൈവവിളിയെക്കുറിച്ചുള്ള ചില സംശയങ്ങളുടെയൊക്കെ പേരിലായിരിക്കും എന്ന് ബാക്കി എല്ലാവർക്കും ഊഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കാനുള്ള മടി കൊണ്ട് സമയം രാത്രിയാകാൻ വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കുക. കാലടി ടൗണിൽ തന്നെയുള്ള സെൻറ്റ് ജോർജ് പള്ളിയിൽ ഞാൻ കയറി ഇരിപ്പ് തുടങ്ങി. പക്ഷെ എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി സ്തുതിച്ച് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പതിവില്ലാത്ത രീതിയിൽ ഞാൻ ജപമാല കയ്യിലെടുത്ത് വെറുതെ യാന്ത്രികമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പല ജപമാലകൾ പൂർത്തിയായി മണിക്കൂറുകൾ കടന്നുപോയി. പള്ളി പൂട്ടുവാനുള്ള സമയമായപ്പോൾ പള്ളിക്കകത്തെ ഈ ആൾപെരുമാറ്റം കണ്ട് കപ്പ്യാരിയേട്ടൻ വന്ന് ചോദിച്ചു, ഒന്ന് ഇറങ്ങിത്തരാവോ, ഇറങ്ങിപ്പോകാവോ, എനിക്ക് പള്ളി പൂട്ടണമായിരുന്നുവെന്ന്. അങ്ങനെ പള്ളി പൂട്ടുവാൻ വേണ്ടി ഇറങ്ങിക്കൊടുക്കാൻ നേരത്ത് ഞാൻ ജപമാല അവസാനിപ്പിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം കടന്നു വരികയാണ്, നീ എന്തിനാ സെമിനാരിയിൽ ചേർന്നത്? വാസ്തവത്തിൽ ഞാൻ സെമിനാരിയിൽ ചേർന്നത് ഒരു പുരോഹിതൻ ആവുക എന്നതിനേക്കാൾ അധികവും ഉപരിയുമായി ഒരു വചനപ്രഘോഷകൻ ആകുവാൻ വേണ്ടിയായിരുന്നു. എൻ്റെ മനസ്സിലേക്ക് അടുത്ത ചോദ്യം കടന്നു വന്നു, ഇപ്പോൾ ദൈവവിളിയെക്കുറിച്ച് ഞാൻ അനുഭവിക്കുന്ന സംശയങ്ങൾ ഏതെങ്കിലും ഒരു വചനപ്രഘോഷകൻ ആകുന്നതിന് തടസ്സമായിരിക്കുന്ന കാര്യങ്ങളാണോ? വാസ്തവത്തിലല്ല. വെറുതെ വ്യക്തിപരമായ ചില ചിന്തകളും ചില ചോദ്യങ്ങളും വളരെ നിസ്സാരമായ ചില ഉത്കണ്ഠകളൊക്കെ ആയിരുന്നു എന്നെ അലട്ടിയിരുന്നത്. അപ്പോൾ ഒരു വചനപ്രഘോഷകനാകാൻ ഈ സംശയങ്ങളൊന്നും തടസ്സമല്ല എങ്കിൽ പിന്നെ എന്തിന് ഞാൻ സെമിനാരിയിൽ നിന്ന് പോകണം എന്ന അടുത്ത ചിന്ത എൻ്റെ മനസ്സിലേക്ക് വലിയ ശാന്തത കൊണ്ടുവന്നു. ആ നിമിഷം, ആ സമയത്ത് ഞാൻ കണ്ണുകളടച്ച് കൈകൂപ്പിപ്പിടിച്ച് പ്രാർത്ഥനയിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ സെമിനാരിയിൽ നിന്ന് പോകുന്നില്ല. എൻ്റെ പഠനം തുടർന്ന് ഒരു വൈദികനാകാനുള്ള എൻ്റെ ആഗ്രഹവും തീരുമാനവും ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രൊവിൻഷ്യൽ ഹൗസിൽ പോയി. ഞാൻ പ്രൊവിൻഷ്യൽ ഹൗസിനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ സംശയങ്ങളെല്ലാം മാറി, ഞാൻ എൻ്റെ പഠനം തുടരുവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് തിരിച്ചുപോയി എൻ്റെ പഠനം തുടരുകയും ഞാൻ എൻ്റെ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ഒരു വൈദികനാവുകയും ചെയ്തു. ഇന്ന് ഞാനൊരു വൈദികനായിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം തന്നെ ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ആ ജപമാല പ്രാർത്ഥനയാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അച്ഛനായി ആദ്യത്തെ ഒരു വർഷക്കാലം ഒരു ഇടവകയിൽ കൊച്ചച്ഛനായി ശുശ്രൂഷ ചെയ്തു.
അതിനുശേഷം എൻ്റെ ആശ്രമം വയനാട്ടിലുള്ള കുന്നമ്പറ്റയിലുള്ള ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് അംഗമായി കടന്നു വന്നു. ആ നാളുകൾ ആദ്യത്തെ 5-6 മാസക്കാലം ഒരു ദിവരക്ഷക സന്യാസ വൈദികനെ സംബന്ധിച്ചിടത്തോളം ധ്യാനത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരുക്കത്തിൻ്റെ സമയത്ത് കാര്യമായ ധ്യാനങ്ങൾക്കൊന്നും പുറത്തു പോകാതെ വായനയിലും പ്രാർത്ഥനയിലും പ്രസംഗ ഒരുക്കത്തിലും ചെലവഴിക്കുന്ന കാലഘട്ടം. അന്ന് ധാരാളം പ്രാർത്ഥിക്കുവാൻ എനിക്ക് സമയവും അവസരവും ലഭിച്ചു. പല ദിവസങ്ങളിലും വൈകുന്നേരം അത്താഴത്തിന് ശേഷം ഒരു 9 മണിയാകുമ്പോൾ ദേവാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ ആഗ്രഹവും കൃപയും ഈശോ തന്നു. ആ സമയത്തെല്ലാം ജപമാല ഒരുപാട് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. അങ്ങനെ ഒരു 5-6 മാസം വലിയ പ്രാർത്ഥനയിലൂടെ ഒരുങ്ങി ധ്യാന ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ വലിയ ദൈവാനുഭവം ധ്യാനം ശുശ്രൂഷയിൽ എനിക്കും അനുഭവിക്കുവാൻ സാധിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും എനിക്കൊരു വിഷമം അനുഭവിച്ചിരുന്നത് ധ്യാനവേളയിൽ എൻ്റെ തൊണ്ടയടച്ച് സ്വരം പോകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഏറ്റവും പ്രത്യേകമായി ഓർക്കുന്നത് ഒരിക്കലും സിസ്റ്റേഴ്സിന് ധ്യാനം നടക്കുന്ന സമയമാണ്. ഒരു 3-ാം ദിവസം 5 ദിവസത്തെ ധ്യാനത്തിൽ 3-ാം ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ സ്വരം സാവകാശം അടയ്ക്കാൻ തുടങ്ങി. ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം അതൊരു ഡിസംബർ മാസം 31-ാം തീയതി ഡിസംബർ മാസം 31-ാം തീയതി പാതിരാ കുർബാനയോടുകൂടി ധ്യാനം സമാപിക്കേണ്ടത്. അങ്ങനെ ആ പാതിരാ കുർബാനയുടെ ആരംഭത്തിൽ എനിക്ക് ഒരല്പം പോലും സ്വരമില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ട് വർഷാവസാന പ്രാർത്ഥനയും വർഷാരംഭ പ്രാർത്ഥനയൊക്കെ ആ കോൺവെൻറ്റിലെ മദറിനോട് ചൊല്ലുവാൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മാത്രമാണ് അൾത്താരെ കയറിയത്. എൻ്റെ ധ്യാന രീതിയുടെ പതിവ് അനുസരിച്ച് ഈ സമാപന വിശുദ്ധ കുർബാനയ്ക്കിടയിലുള്ള വചനപ്രഘോഷണമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചായി പറയുവാൻ ഞാൻ മാറ്റിവെക്കുന്നത്. അപ്പോൾ ഒന്നും പറയാനാവാതെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പോലും വായിൽ നിന്ന് വായു മാത്രം പുറത്തു വരുന്ന അവസ്ഥയിൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ വചനചിന്ത പകരുമെന്ന്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് തന്നെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മയോട് തന്നെ പറഞ്ഞു, അമ്മയെക്കുറിച്ച് പറയേണ്ടതാ, അമ്മയ്ക്ക് വേണമെങ്കിൽ എനിക്ക് സ്വരം തരാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ വിശുദ്ധ കുർബാന ആരംഭിച്ചു. ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്, സുവിശേഷ വായനയ്ക്ക് മുമ്പ്, ലേഖന വായനയ്ക്ക് മുമ്പ് സർവജ്ഞനായ ഭരണകർത്താവ് എന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലുന്ന സമയത്ത് എൻ്റെ തൊണ്ടയിലൂടെ എന്തോ കടന്നു പോകുന്ന ഒരനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം ഞാൻ സുവിശേഷ വായനയുടെ സമയത്ത് സാധാരണ എനിക്കിപ്പോൾ ഉള്ളതുപോലെ ഇതേ സ്വരത്തിൽ എനിക്ക് സുവിശേഷം വായിക്കുവാനും യാതൊരു വിഷമവുമില്ലാതെ എനിക്ക് വചനം പ്രഘോഷിക്കുവാനും സാധിച്ചെന്ന് മാത്രമല്ല, അതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2 മണിക്കാണ് അന്ന് ആ വിശുദ്ധ കുർബാന സമാപിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടാൻ പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ ധ്യാനിക്കാൻ പോകുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഈ ധ്യാനത്തിൽ ഈശോയുടെ പ്രത്യേകമായ ഒരു സ്പർശനം എനിക്ക് ലഭിക്കണം, ഈശോയാൽ സ്പർശിക്കപ്പെട്ടു എന്നൊരു അനുഭവം എനിക്ക് വേണമെന്ന്. അപ്പം ഞാൻ യാത്രയെല്ലാം ഈശോയോട് പറഞ്ഞു, ഈശോയെ, നീ എന്നെ സ്പർശിച്ചു എന്നതിന് തെളിവായി എനിക്ക് ഒരു ഭാഷാവരം വേണം. ഞാൻ ഈ ആഗ്രഹം ഈശോയോട് പറഞ്ഞു. ഞാൻ ധ്യാനം ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. എൻ്റെ ഇടത്തും വലത്തുമൊക്കെ ഇരിക്കുന്നവർ സ്തുതിക്കുമ്പോൾ സ്വരമൊക്കെ മാറുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്വരത്തിന് മാത്രം ഒരു വ്യത്യാസവും ഇല്ല, എൻ്റെ ഭാഷയ്ക്ക് മാത്രം ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ആന്തരിക സൗഖ്യ ആരാധന കഴിഞ്ഞു. പക്ഷെ എനിക്ക് മാത്രം പ്രത്യേകിച്ചൊരു അനുഭവം കിട്ടിയില്ല. അപ്പം ഞാനന്ന് രാത്രി ഒരുപാട് സങ്കടത്തോടെ ആ ധ്യാനകേന്ദ്രത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന ആ ചാപ്പലിലേക്ക് പോയി. അവിടെ ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന ആ ചാപ്പലിൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന കൊന്തയെടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒറ്റ ആഗ്രഹം ഞാൻ ഈശോയോട് പറഞ്ഞുള്ളൂ. മാതാവ് വഴി ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം വേണം. പരിശുദ്ധാത്മാവിനെ സ്പർശിച്ചു, അഭിഷേകം ലഭിച്ചു എന്നതിൻ്റെ അടയാളമായി എനിക്ക് ഭാഷാപരം വേണം. ഈ ഒറ്റ ആഗ്രഹം പറഞ്ഞ് ഞാൻ ഒരുപാട് ജപമാല രാത്രി ചൊല്ലി, രാത്രി 7 മണിക്കൂറിൽ ഞാൻ പോയി കിടക്കുകയും ചെയ്തു. ഏതായാലും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു, കുർബാന കഴിഞ്ഞ് അഭിഷേകാരാധന ആരംഭിച്ചു. ഈ അഭിഷേകാരാധന 2
ഗണമായിട്ടാണ് നടത്തിയിരുന്നത്. ഞാൻ ആദ്യത്തെ കൂട്ടത്തിൽ കയറിയിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവുകയും എൻ്റെ ശരീരത്തിൽ ആകമാനം ഒരു ശക്തി കടന്നു വരികയും എൻ്റെ നാവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എൻ്റെ വായിലൂടെ ഒരു സ്വരം പുറപ്പെടാൻ തുടങ്ങി. അതിൽ ആ അഭിഷേകാരാധന കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സുമൊക്കെ എൻ്റെ ശരീരമൊക്കെ ഒട്ടും ഭാരമില്ലാത്ത ഒരവസ്ഥ. എൻ്റെ ഹൃദയം നിറയെ ആനന്ദം. എൻ്റെ നാവിൽ നിന്ന് ഒരു പ്രത്യേക സ്വരം പുറത്തേക്ക് വരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം എനിക്ക് ലഭിച്ചു, എനിക്ക് ഭാഷാവരം ലഭിച്ചുവെന്ന്. അതെനിക്ക് വലിയ തിരിച്ചറിവായിരുന്നു. പരിശുദ്ധി അമ്മ വഴി ജപമാല ചൊല്ലി നാം ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഭാഷാവരം ഒക്കെ നമുക്ക് ലഭിക്കുമെന്ന് ആ അനുഭവം എന്നെ പഠിപ്പിച്ചു. ധ്യാന ശുശ്രൂഷകൾക്കിടയിൽ പതിവായി എനിക്കുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു എൻ്റെ സ്വരം സ്ഥിരമായി അടയ്ക്കുക എന്നുള്ളത്. ഓരോ ധ്യാനവും ആരംഭിക്കും, ധ്യാനം തുടങ്ങി 2-ാം ദിവസം രാവിലെ ആകുമ്പോൾ സ്വരം അടയ്ക്കും. വൈകുന്നേരം ആരാധന ഒക്കെ കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊണ്ടയാകെ അടഞ്ഞ് സ്വരമാകെ പോയിരിക്കും. അപ്പം ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ചില ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു ENT സ്പെഷ്യലിസ്റ്റ് ഞാൻ കണ്ടപ്പം ആ ഡോക്ടർ പറഞ്ഞു, സ്ഥിരമായി തൊണ്ട ഇത്ര ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട തരത്തിൽ അച്ഛൻ്റെ തൊണ്ടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ആ ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് ആ ഡോക്ടറിനോട് പറഞ്ഞ കാര്യം ഇതാ, അച്ഛന് തൊണ്ട അടയ്ക്കുവോ സ്വരം പോകുമോ എന്നുള്ള ഉത്കണ്ഠ നിമിത്തമാണ് ഈ തൊണ്ട അടയ്ക്കുന്നത് എന്ന്. ഈ ഉത്കണ്ഠ മൂലം വയറ്റിൽ അസിഡിറ്റി ഉണ്ടാവുകയും രാത്രി ആ അസിഡിറ്റി തൊണ്ടയെ ബാധിച്ച് സ്വരം അടയ്ക്കുന്ന ഒരവസ്ഥയാണ് എന്ന്. അപ്പം മാറ്റിക്കളയേണ്ടത് ഈ ഉത്കണ്ഠയാണ് എന്ന് ആ ഡോക്ടറിനോട് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഒരുപാട് എന്നോട് തന്നെ ഉത്കണ്ഠപ്പെടരുത് എന്ന് ഒരുപാട് രീതികളിൽ മനഃശാസ്ത്രത്തിൻ്റെയൊക്കെ രീതികളിലൂടെ ഒരുപാട് കാലം പരിശ്രമിച്ചു ഈ ഉത്കണ്ഠ മാറ്റിയെടുക്കാൻ. പക്ഷെ ഒരു വ്യത്യാസവും ഇല്ല. പതിവ് പോലെ എല്ലാ ധ്യാനത്തിലും സംഭവിക്കുകയും അങ്ങനെ ധ്യാനത്തോട് പോലും ഒരു മടുപ്പ് തോന്നുന്ന ഒരവസ്ഥ എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പം ഒരു ധ്യാനവേളയിൽ ഒരു ആന്തരിക സൗഖ്യ ആരാധനയ്ക്ക് തൊട്ടു മുമ്പുള്ള സമയം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ആൾക്കാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ദിവ്യകാരുണ്യത്തിൻ്റെ സൈഡിൽ, ആൾത്താരുടെ സൈഡിൽ സ്വസ്ഥമായിട്ടിരുന്ന് ജപമാല ചൊല്ലി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുക. ആ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എൻ്റെ ഈ ഉത്കണ്ഠയെ ഞാനങ്ങ് സമർപ്പിച്ചു. എൻ്റെ അമ്മേ, സ്വരം പോകുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ, എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണമില്ലാത്ത ഈ അവസ്ഥ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് ജപമാല ചൊല്ലി നിയോഗമായി ഞാനിതങ്ങ് സമർപ്പിച്ചു. ഏതായാലും ആ പ്രാർത്ഥനയുടെ സമയത്ത് എന്തോ ഒരു പ്രത്യേക ശാന്തത എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിൽ എൻ്റെ ശരീരത്തിലേക്കും മനസ്സിലേക്കും കടന്നു വരുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റി. മാത്രമല്ല, ആന്തരിക സൗഖ്യ ശുശ്രൂഷയിൽ ഞാൻ ആന്തരിക സൗഖ്യ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയെങ്കിലും വാസ്തവത്തിൽ എനിക്ക് വലിയ സൗഖ്യം ലഭിച്ച ഒരനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം ഇന്ന് വരെ സ്വരം അടയ്ക്കുവോ സ്വരത്തെ സംബന്ധിക്കുന്ന യാതൊരു ഉത്കണ്ഠയും എനിക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഞാൻ ധാരാളം ധ്യാനങ്ങൾ, പലതരത്തിലുള്ള ധ്യാനങ്ങൾ നടത്തി. ഇന്ന് വരെ സ്വരത്തിന് യാതൊരു വിഷമവും എനിക്കുണ്ടായിട്ടുമില്ല. ഒരിക്കൽ പോലും സ്വരം അടയ്ക്കുകയും ചെയ്തിട്ടില്ല. ഇതും പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച വലിയ ഒരു ആന്തരിക സൗഖ്യത്തിൻ്റെ അനുഭവമായി ഞാൻ മനസ്സിലാക്കുകയും ഒരിക്കൽ ഒരു ഭർത്താവും ഭാര്യയും കൂടി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു. അപ്പോൾ അവരുടെ പ്രശ്നം പറഞ്ഞത് ഭാര്യയ്ക്ക് മനഃശാസ്ത്രത്തിലെ വലിയൊരു രോഗം, ബൈപ്പോളർ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗമാണ്. എന്ന് വെച്ചാൽ ചില സമയത്ത് വളരെ സന്തോഷവാദി ആക്റ്റീവായിട്ട് നടക്കും. അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് ഉയർത്താൻ സാധിക്കാത്ത വിധം ശരീരം അങ്ങ് ഇതായി പോകുന്ന അവസ്ഥ. വലിയ ഒരു രോഗമാണ്, മനഃശാസ്ത്രത്തിൽ വലിയ ഒരു രോഗമാണ്. അപ്പോൾ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അതായത് ഈ രോഗമായിട്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് കൊടുത്തിട്ട് ഒരു വെള്ളിയാഴ്ച പറഞ്ഞു, ഒരു വെള്ളിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ഇരിക്കാം, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അതിലൊരു ദിവസം ഉപവാസം എടുത്ത് ധാരാളം ജപമാല ചൊല്ലി ആ കുടുംബത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു.
അന്ന് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയ സമയമായപ്പോൾ ഈ ദമ്പതികളെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കുർബാന മുമ്പിൽ വെച്ച് ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. ഏതായാലും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇവർ കുടുംബസമേതം മക്കളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെ കാത്തിരിക്കുമായിരുന്നു, ഇത് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് കാത്തിരിക്കുമായിരുന്നു. ഇനി ഏതായാലും വരില്ല, കാരണം വരാനാണെങ്കിൽ വരേണ്ട സമയം പലത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രത്തിലെ വലിയ ഒരു രോഗമായിരിക്കെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ആ വ്യക്തിയെയും ആ കുടുംബത്തെയും സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ അത്ഭുതകരമായി ആ കുടുംബത്തിൽ ഇടപെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല, ഇതൊന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല, മരണം വരെ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലും ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യത്തോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കുന്ന അവസ്ഥ. ഇത് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അനുഭവങ്ങളാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തെ പൗരോഹിത്യ ജീവിതവും അതിനു മുമ്പുള്ള എൻ്റെ വൈദിക സന്യാസ പരിശീലന കാലഘട്ടവും എൻ്റെ കുടുംബത്തിലായിരുന്ന കാലഘട്ടത്തിലെ അനുഭവങ്ങളും എല്ലാം എന്നെ പഠിപ്പിച്ചത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ചേർന്ന് നിൽക്കാൻ നമുക്കൊരമ്മയുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ദിവ്യകാരുണ്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിൽ വളരാൻ നമുക്ക് സാധിക്കും. ഇതാ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ യാത്ര എനിക്ക് നൽകിയ ഏറ്റവും വലിയ ബോധ്യവും ഏറ്റവും വലിയ പഠനവും. മരിയാമ്പികേ മനതാരിൽ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം.